ഹലോ ചായവര നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. എല്ലാവരും കാണണം, ആരും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ഡോക്ടർ ഡാനി സലീമിൻ്റെ വാക്കുകളൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ. കൃത്രിമമായിട്ട് കഴിക്കുന്ന പഞ്ചസാര നമ്മുടെ ശരീരത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റിഫൈൻഡ് ഷുഗർ അത്രമാത്രം പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇത്രമാത്രം പറയില്ല. നിങ്ങളുടെ ശരീരത്തിൽ ഇത് കടന്നു പോകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാം. നമ്മൾ പഞ്ചസാര കഴിക്കുന്ന സമയത്ത് നമ്മുടെ രക്തത്തിലെ ഷുഗർ കൂടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പാങ്ക്രിയാസിൽ നിന്ന് ഇൻസുലിൻ ഉണ്ടാക്കും. ഇത് കുറച്ചൊക്കെ ആകുമ്പോൾ നോർമലാണ്. കുറേ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് അവസാനം ഇൻസുലിൻ പിന്നെ വർക്ക് ചെയ്യാതാവും. അപ്പോൾ നമുക്ക് ഡയബറ്റീസിലോട്ട് പോകും. അതുപോലെ ഈ എക്സസ് എനർജി എന്ത് ചെയ്യും? ഫാറ്റായിട്ട് നമ്മുടെ വയറിന് ചുറ്റും വരും, പൊണ്ണത്തടി ഉണ്ടാവും. അത് ശരീരത്തിൽ പല ഇൻഫ്ലമേഷൻ ഉണ്ടാവും, പല നീർക്കെട്ടുണ്ടാവും. ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടാക്കും. നമ്മുടെ ഓവറിയിലാണെങ്കിൽ PCOD പ്രോബ്ലം ഉണ്ടാക്കും, വന്ധ്യത ഉണ്ടാക്കും, ഫാറ്റി ലിവർ ഉണ്ടാക്കും, പല തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവും. കൂടുതൽ നമ്മൾ പഞ്ചസാര ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ല. പക്ഷേ നമ്മൾ ഒരു നാരങ്ങ വെള്ളം കുടിച്ചാൽ തന്നെ അതിൻ്റെ അകത്ത് തന്നെ ഏകദേശം 2 ടീസ്പൂൺ പഞ്ചസാരയൊക്കെ കലക്കിയാണ് തരുന്നത്. നമ്മുടെ ഈ പഞ്ചസാര എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒരു വെളുത്ത വിഷമാണ്. പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വീഡിയോ കണ്ടില്ലേ? അപ്പോൾ ഷുഗറിൻ്റെ ദുരുപയോഗം നമ്മൾ മാക്സിമം നിർത്തുക. കാരണം വെച്ചാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ 2 വർഷം മുന്നേ ഞാൻ ഡാനി സലീമിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ പൂർണ്ണമായിട്ട് ഷുഗർ നിർത്തിയതാണ്. അപ്പോൾ ഞാൻ ചായ കുടിക്കുമ്പോൾ വിത്തൗട്ടാണ് കുടിക്കാറ്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് തന്നെ നിങ്ങൾക്ക് ഇത് കുറയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ പയ്യെ കുറച്ച് കൊണ്ടുവരിക. ആദ്യം നിങ്ങൾ ചായ വിത്തൗട്ട് ഷുഗർ എന്ത് ചെയ്യുക, ചായ കുടിച്ച് തുടങ്ങുക. എന്തായാലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സുഗമമായിട്ട് തന്നെ പോകുന്നുണ്ട്. കാരണം ഷുഗർ 2 വർഷം മുന്നെയാണ് ഞാൻ നിർത്തിയത്. ഷുഗർ നിർത്തിയതിന് ശേഷം നന്നായിട്ട് സ്റ്റെപ്പൊക്കെ കയറാൻ പറ്റുന്നുണ്ട്, നല്ലൊരു ഉന്മേഷം നമുക്ക് കിട്ടുന്നുണ്ട്. ഇത്രത്തോളം അപകടകാരിയായിട്ടുള്ളൊരു വിഷം തന്നെ പറയണം, വെളുത്ത പോയിസൺ, അതാണ് പഞ്ചസാര. അപ്പോൾ കുട്ടികൾക്കൊക്കെ കോരി കലക്കി കൊടുക്കുന്ന വീട്ടമ്മമാരോടാണ് പറയാനുള്ളത്, ശ്രദ്ധിക്കുക. ഇപ്പോൾ ബിസ്ക്കറ്റൊക്കെ കഴിക്കുന്നത് കോരി ബിസ്ക്കറ്റൊക്കെ കൊടുക്കൂലേ, വാരി തിന്നുന്ന മക്കളുണ്ടാവും. അതിലൊക്കെ എത്രത്തോളം ആഡഡ് ഷുഗർ അടങ്ങിയിരിക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. മക്കൾക്ക് വെറുതെ ഷുഗറിൽ കോരി കൊടുക്കേണ്ട, ഷുഗർ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നത് കുറയ്ക്കുക. അതേപോലെ നിങ്ങൾ ആദ്യത്തെ പടിയായിട്ട് എന്ത് ചെയ്യുക, ചായ വിത്തൗട്ട് കുടിച്ച് പഠിക്കുക. എന്നിട്ട് പൂർണ്ണമായിട്ട് നിർത്തിക്കഴിഞ്ഞാണല്ലോ സൂപ്പറാണ്. അപ്പോൾ പഞ്ചസാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്ത പോയിസനാണ്, അത് ആദ്യം മനസ്സിലാക്കുക. ഇതൊന്നും അറിയാത്ത കുറേ ആൾക്കാരുണ്ട് കോരി കഴിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാലം എന്തായാലും ഭംഗിയായിട്ട് തന്നെ നന്നായിട്ട് മുന്നോട്ട് പോവുക. നല്ലൊരു ലൈഫ് നമുക്ക് ആസ്വദിക്കാം.